ശബരിമല ആകെ കൂടി സംശയത്തിൻ്റെ നിഴലിലാണ്. അയ്യപ്പന് സംശയമില്ല, 18-ാം പടിയിലും സംശയമില്ല, ശ്രീകോവിലിലും സംശയമില്ല. പക്ഷേ അവിടുത്തെ ഈ അയ്യപ്പൻ്റേതല്ലാത്ത ചില പരിവാരമൂർത്തികൾ അവിടെ വിലസുകയാണ്. ഇതെല്ലാം കൂടി എവിടെ കൊണ്ടുപോയി കൊള്ളയടിച്ചു? കൊള്ളയടിച്ചത് അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി സത്യത്തിൽ. കാരണം ഇപ്പം കുറേ വർഷങ്ങളായി, വളരെ മുമ്പത്തെ ചരിത്രം നോക്കണം. 2014 മുതൽ ഇപ്പം പറയുന്ന ഉണ്ണികൃഷ്ണൻ പോയിട്ട് ആ സ്ഥലത്തുണ്ട് ശബരിമലയിൽ. 2014 മുതൽ ഉണ്ടായിരുന്ന ഈ വ്യക്തി ഒരു 2 വർഷം കൊണ്ട് അദ്ദേഹം ജനങ്ങളെയൊക്കെ പരിചയപ്പെട്ടു, വരുന്ന ഭക്തന്മാരെയെല്ലാം പരിചയപ്പെട്ടു. മുമ്പൊരിക്കലും നമ്മൾ പറഞ്ഞതുപോലെ ശബരിമലയിൽ വരുന്ന ആൾക്കാർക്ക് ഒന്നും വിദേശത്തുനിന്ന് വരുന്നവർ, കൂടാതെ കേരളത്തിൻ്റെ പുറത്തുനിന്ന് വന്നവർ, ഇവർക്കൊക്കെ ഒരു ചെറിയ പ്രസാദം കിട്ടിയാൽ മതി, എങ്ങനെയെങ്കിലും അഭിഷേകം നടത്തിയാന്ന് പറഞ്ഞൊരു സാധനം. അപ്പം ഇത്തരം ആൾക്കാരാണ് അത് എത്തിച്ചു കൊടുക്കുന്നത്. അവിടെ കൊണ്ടുപോയി തന്ത്രി താമസിക്കുന്ന സ്ഥലത്ത്, മേൽശാന്തി താമസിക്കുന്ന സ്ഥലത്ത് അവിടെ കൊണ്ടുപോയി കുവലയിൽ പ്രസാദം കൊടുക്കാനുള്ളൊരു ഇത് അവിടെ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവന് വൻ തുക കൊടുക്കും, ആ കൊടുക്കുന്ന മേൽശാന്തിക്ക് കൊടുക്കും, അറേഞ്ച് ചെയ്യുന്ന തന്ത്രിക്കും കൊടുക്കും, ഇവരെ പരിവാരങ്ങൾക്കും കൊടുക്കും. പിന്നെ ഇവരെ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്ന അറിയാലല്ലോ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുതൽ താഴോട്ട് വരുന്ന സർവ്വ ആൾക്കാരും ഇത്തരം ആൾക്കാരെ കാണുന്നുണ്ട്, ഇവർ ചെയ്യുന്ന പ്രവൃത്തികൾ കാണുന്നുണ്ട്. കാരണം ഞാനിപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ വിളിച്ച് ഫോൺ ചെയ്തിട്ട് എനിക്കൊന്ന് മാന്യമായിട്ട് തൊഴണമെന്ന് പറഞ്ഞാൽ, ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് ഇവർക്ക് എന്നെ പരിചയപ്പെടുത്തുന്നത്, ഇവരെ കൊണ്ടുപോയി തൊഴിയിപ്പിക്കുമെന്നും പറഞ്ഞിട്ട്. അതെ, അങ്ങനെ നോക്കുമ്പോൾ താഴെക്കട മുതൽ മുകളിൽ വരെയുള്ള ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അടങ്ങുന്ന ആളുകൾ മുഴുവൻ ഈ കാര്യത്തിൽ പങ്കാളികളാണ്. ഇത് കേൾക്കുന്ന സമയത്ത് ആരും പുറത്തു പറയാത്ത സംഗതിയല്ലേ ഈ ക്ഷേത്രത്തിൽ അന്നദാനം കൊടുക്കുക എന്നുള്ളത്. അവിടെ നന്നായിട്ട് കൊടുത്തിരുന്നില്ലേ അയ്യപ്പ സേവാ സംഘം, അയ്യപ്പ സേവാ സമാജം, അതേപോലത്തെ സംഘടനകൾ, വ്യക്തികളും കൊടുത്തുകൊണ്ടിരുന്നു. ഇതെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് ദേവസ്വം ബോർഡ് തന്നെ കൊടുക്കാന്ന് പറയുമ്പം 1000 പേർക്ക് കൊടുത്തിട്ട് 10,000ങ്ങളുടെ കണക്കെഴുതല്ലേ ചെയ്യുന്നത്. അവിടെ കിട്ടുന്ന സാധനങ്ങൾ വെറും പൈസ മാത്രമല്ല, അന്നദാനത്തിന് വേണ്ടി സാധനങ്ങൾ കിട്ടുന്നുണ്ട്. ഇതെല്ലാം മറച്ചു വിൽക്കുകയാണ്, സാധനമായിട്ടും പണമായിട്ടും. അപ്പം ഈ ആൾക്കാർ വെള്ളാനകളായി മാറുന്നു എന്നുള്ളതാണ് ശബരിമലയിൽ വെച്ചിട്ടുകൊണ്ട്. ശരിയാണ്, ആൾക്കാർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ അയ്യപ്പൻ്റെ സാധനങ്ങൾ നഷ്ടപ്പെട്ടില്ലേ? അവിടുത്തെ എല്ലാ സാധനങ്ങളും തന്നെ പറയാം. ഗോപുരത്തിലൊട്ടിച്ച് നഷ്ടപ്പെട്ടു, കയറി വരുന്നത് നഷ്ടപ്പെട്ടു, പാളികൾ നഷ്ടപ്പെട്ടു, ഇതെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയാൻ ആരാ കൊണ്ടുപോയത്? ആർക്കെങ്കിലും ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? ഇതിൽ ഞാൻ ഒരു വളരെ ഇത് പറയുന്നത്, ഇപ്പോഴത്തെ ഒരു എക്സിക്യൂട്ടീവ് ഇതിൻ്റെ ഹൈക്കോടതി നിയോഗിച്ച ജില്ലാ ജഡ്ജി ശ്രീ ജസ്റ്റിസ് ജയകൃഷ്ണൻ, അദ്ദേഹത്തിനെ പോലത്തെ ഒരാൾ ഇപ്പോൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇത് പുറത്തു വരില്ലായിരുന്നു. സത്യത്തിൽ യഥാർത്ഥത്തിൽ അദ്ദേഹമാണല്ലോ ഇത് പുറത്തു കൊണ്ടുവന്നത്. പിന്നീടാണല്ലോ ബാക്കിയുള്ളവരിത് ഏറ്റെടുത്ത് ഇതാക്കിയത്. അപ്പം അതേപോലത്തെ ഭക്തനായുള്ള ഒരാൾ, ശബരിമലയിലെ യഥാർത്ഥ ഭക്തനായുള്ള ഒരു ജഡ്ജിയാണ് ഈ ജസ്റ്റിസ് ജയകൃഷ്ണൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ വന്ന് അയ്യപ്പൻ തന്നെ ആയിരിക്കും ഒരു പക്ഷേ അങ്ങനത്തെ ഒരാളെ അവിടെ കൊണ്ടുവച്ചത്. അതേപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ വെളിയിൽ കൊണ്ടുവരാൻ പ്രാപ്തരായിട്ടുള്ള ചില സാധാരണക്കാരായിട്ടുള്ള ജോലിക്കാരും ഉണ്ടാവും. അവർ മനം നൊന്നിട്ടായിരിക്കും ഈ സംഗതി എല്ലാം കൂടി പുറത്ത് കാണിച്ചിട്ടുണ്ടായ. ആരും പറയാതെ അറിയില്ലല്ലോ. അപ്പം ഈ തരം കാര്യങ്ങൾ കപടത കാര്യമായിട്ട് ശബരിമലയിൽ നടക്കുന്നു. ഇതിൽ ഇപ്പോഴത്തെ പുതിയ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ആർക്കും കൈ കഴുകാൻ സാധിക്കില്ല. EDയും അന്വേഷണത്തിന് വന്നു. ജസ്റ്റിസ് ശങ്കരനെ, ഇതേപോലെ നല്ലൊരു ജഡ്ജിയാണ് അദ്ദേഹം, വിശ്വാസിയാണ്. അദ്ദേഹത്തിനെ ഏതായാലും അന്വേഷണ ഇതിൽ വെച്ചല്ലോ. കാര്യമായിട്ട് ഇങ്ങനത്തെ കൊള്ളകൾ നടക്കുന്നു എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെ മന്ത്രിക്ക് ഇതിൽ പങ്കുണ്ട്.
മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ട്, എല്ലാവരും പറഞ്ഞതാണല്ലോ. തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ തെളിവല്ലല്ലോ ഇന്ന് പ്രാധാന്യം. മനുഷ്യന് ചിന്തയല്ലേ. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഈ അവതാരങ്ങളൊക്കെ ഈ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായ കാര്യങ്ങളാണ്. ഈ തന്ത്രിയുടെയും മേൽശാന്തിമാരുടെയും റൂമിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ചുറ്റി നിൽക്കും. കാരണം അവിടെ വരുന്നവർ അവർക്കറിയാം, സമ്പന്നരെ കാണുമ്പോൾ മലയാളികളുടെ അടുക്കലോട്ട് വരുന്നില്ല, കേരളത്തിന് പുറത്തു നിന്ന് വരുന്നവർ അവരുടെ കൂടെ ഈ ചുറ്റിപ്പറ്റി നിൽക്കും. എന്നിട്ട് ഈ പറഞ്ഞതുപോലെ വിഭൂതി, പിന്നെ അഭിഷേകം നടത്തിയ നെയ്യ്, ഇതൊക്കെ അങ്ങോട്ട് കൊടുക്കുകയും അവിടുന്ന് അങ്ങോട്ട് ബന്ധം സ്ഥാപിച്ചു. ഞാൻ ഏറ്റവും വലിയൊരു ഉദാഹരണം പറയാം. നമ്മുടെ മന്ദിരങ്ങളിലെ അടുത്ത് പോയാൽ മതി. മന്ദിരങ്ങളുടെ അടുത്ത് ചില ആൾക്കാർ ചുറ്റിപ്പറ്റി നിൽക്കും. ഈ മന്ത്രിയുടെ രഹസ്യ ധാരണ അവർക്കുണ്ടാവും. അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഓഫീസിന് മുമ്പ് പോയാൽ രാഷ്ട്രീയ നേതാവിനെ ചുറ്റിപ്പറ്റി ചില ആൾക്കാർ നിൽക്കും. അവരായിരിക്കും പെട്ടിയെടുത്ത് കൊടുക്കുന്നത്, ചെരുപ്പെടുത്ത് കൊടുക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അവർ മുഖാന്തരം ഈ ആൾക്കാർ ചെയ്യും. ഇതേപോലെ തന്നെ ശബരിമലയിൽ മേൽശാന്തി, തന്ത്രി, അങ്ങനെ ഉദ്യോഗസ്ഥർ ഇവരുമൊക്കെ ആയിട്ട് ചുറ്റിപ്പറ്റി കിടക്കുന്ന ചില അവതാരങ്ങൾ, ഇപ്പം ഉപയോഗിക്കുന്ന വാക്കതാണല്ലോ, അവതാരങ്ങൾ തന്നെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഈ അവതാരങ്ങൾ മുഖാന്തരമാണ് ഈ അഴിമതിയും കൊള്ളയും, അഴിമതിയല്ല കൊള്ള, അപ്പം അങ്ങനെ ചുറ്റിപ്പറ്റി നിന്ന ഒരു അവതാരമാണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതേപോലത്തെ അവതാരമായതുകൊണ്ട് അദ്ദേഹത്തിന് മുഖാന്തരമാണ് പല കാര്യങ്ങളും നടന്നത്. എന്തിന് ശബരിമല, ഇവിടെ അടുത്തുള്ള ശ്രീകണ്ഠേശ്വരൻ ക്ഷേത്രം ഉദാഹരണം പറയാം. അവിടെ രാവിലെയൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരാളുണ്ട്. അവർ ദേവസ്വം ജീവനക്കാരല്ല, അവരാണ് കാര്യങ്ങൾ കൊണ്ടുപോയി ആൾക്കാർ കൊടുത്തിട്ട് അത് കൊടുക്കുന്ന ദേവസ്വത്തിൻ്റെ ഓഫീസിൽ കയറി സംസാരിക്കുന്നത് പോലും അവരാ. അപ്പോൾ ഒരു ശബരിമല മാത്രമല്ല, സർവക്ഷേത്രങ്ങളിലും, നമ്മൾ ക്ഷേത്രങ്ങളെ മാത്രം കണക്കാക്കുകയാണെങ്കിൽ ഈ രാഷ്ട്രീയക്കാരുടെ ഓഫീസ് പോലെ, മന്ത്രിമാരുടെ ഓഫീസ് പരിസരം പോലെ എല്ലാ രാഷ്ട്രീയക്കാരും, ഒരു രാഷ്ട്രീയക്കാരല്ല ഞാൻ പറഞ്ഞത്, എല്ലാ രാഷ്ട്രീയക്കാരുടെയും, ചിലപ്പം നിർധനരായിട്ടുള്ള പുതിയ ചില രാഷ്ട്രീയക്കാരുണ്ട്, അവരടുത്ത് ഒന്നും ഉണ്ടാവില്ല, ഇവരൊക്കെ പോലെ തന്നെ ദേവസ്വം ബോർഡ് ഓഫീസുകൾ ചുറ്റിക്കൊണ്ട് ആൾക്കാരുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളിലും ഇതേപോലത്തെ കൊള്ള നടക്കുന്നുണ്ടാകാം എന്നും കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ശബരിമലയിൽ വ്യക്തമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരവതാരമല്ല, നിരവധി ഉണ്ണികൃഷ്ണൻ പോറ്റിമാരവതാരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ നമ്മൾ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്താണ് ഈ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ച് വന്നത് അല്ലേ? അപ്പോൾ അങ്ങനെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇതെല്ലാം കൊട്ടാരം സൂക്ഷിച്ചു വെച്ചത് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കുന്നു. അതെന്തെങ്കിലും ആകട്ടെ, ഇതുപോലെ ഈ അന്നത്തെ പടയോട്ടം പോലെ തന്നെ ഇപ്പോൾ ഭരിക്കുന്നവർ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയിരിക്കുന്നത്. വൈക്കം പത്മനാഭപിള്ളമാർ ഇനിയും ഉണ്ടാകേണ്ടതായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അതെ, വൈക്കം പത്മനാഭപിള്ളയാണല്ലോ തടഞ്ഞു നിർത്തിയ വ്യക്തി. അതേപോലെ ഇനിയും ഈ കൊള്ളക്കാർക്കെതിരെ പോരാടാൻ ഒരു നല്ല സൈന്യം തന്നെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതാണ് ഇപ്പം മുരുക സൈന്യം എന്നൊക്കെ പറയുന്നില്ലേ ഈ കാലത്ത്. അതേപോലെ അയ്യപ്പ സൈന്യം, അവരെടുത്ത് വാളെടുത്തിട്ടും കുന്തമെടുത്തിട്ടൊന്നും പോരാടാനല്ല, എന്തും ചെയ്യാനുള്ള, ഈ കള്ളന്മാരെ പിടിക്കാനുള്ള പുറത്തുള്ളൊരു വലയം അതുണ്ട്. പക്ഷേ ചെയ്തത് ഇത്രയും എന്ത് ചെയ്യും? അപ്പം അതിന് പോരാടാൻ വേണ്ടി പലതരത്തിലുള്ള ചിന്തകൾ വരണം. എന്നാലേ ഈ ടിപ്പുവിനെ പോലെ കൊള്ളയടിച്ച ആൾക്കാർ ഇന്ന് ഹിന്ദുവായി നിന്നുകൊണ്ട് ഹിന്ദുവിൻ്റെ വിശ്വാസത്തെ തകർത്തുകൊണ്ട് ഹിന്ദുക്കളെ കൊള്ളയടിക്കുന്നു, ഹിന്ദു ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുന്നു. ഇതാണത് വ്യക്തമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം. അപ്പം ഇതിൻ്റെ പിന്നിൽ വേറെയും ചിലതുണ്ടാകാം, ചില രാഷ്ട്രീയ ദുരുദ്ദേശങ്ങൾ ഉണ്ടാകാം. പല ആൾക്കാരും ഇപ്പം എല്ലാ രാഷ്ട്രീയക്കാരും രംഗത്താണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒഴിച്ചുള്ള എല്ലാ രാഷ്ട്രീയക്കാരും ഇപ്പം എന്താ ചെയ്യുന്നത്? ഇതിനെതിരായിട്ട് സമരമാണ്, വിശ്വാസ യാത്ര ചിലരുടെ നടത്തുകയാണ്. വിശ്വാസയാത്ര 2014 2012 നടന്നിട്ടുണ്ടെങ്കിൽ യാത്ര നടത്തുന്ന ഒരാൾക്കാർ, ഞാൻ ചോദിക്കട്ടെ, ജയകുമാർ ആരായിരുന്നു? പാത്രങ്ങള് അതെ വിറ്റയാളാ, അല്ല ഇവരുടെ പേരിൽ കൊള്ളയടിച്ച ആളാരാ? അങ്ങോട്ട് നോക്കുമ്പോൾ ആർക്കെങ്കിലും ഒഴിഞ്ഞു മാറാൻ സാധിക്കുമോ? അന്നത്തെ മന്ത്രി ആരാ?
കൊള്ളക്കാരൻ കൂട്ടുനിന്ന മന്ത്രിയാണല്ലോ. തീർച്ചയായിട്ടും. അപ്പം എല്ലാവർക്കും അതിൽ പങ്കുണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ പന്തളത്ത് നിന്ന് വളർത്തച്ഛൻ കൊടുത്തു വിടുന്ന തിരുവാഭരണം പോലും ഇനിയിപ്പോൾ ശബരിമലയ്ക്ക് കൊടുത്തുവിടാൻ മടിയായിരിക്കും. ഇതുവരെ തട്ടിക്കൊണ്ട് പോകുമല്ലോ. അതെ, കാരണം ആ പോണ പോക്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എടുക്കാനുള്ള കാര്യങ്ങൾ അവരുണ്ടാക്കും. നമ്മൾ പ്രതീക്ഷിക്കും പോലല്ല. നമ്മൾ വിചാരിക്കും സുരക്ഷിതമാണ് ഈ സംഗതി എന്നുള്ളത്. സുരക്ഷിതമായിരിക്കും. തന്ത്രി വിശ്വസിക്കാൻ കൊള്ളുക? തന്ത്രിക്ക് അതിൽ പങ്കില്ലെങ്കിൽ പോലും തന്ത്രിമാരെ പോലും വിശ്വസിക്കാൻ പറ്റുമോ? ശരിക്കും നോക്കുമ്പം ചിലപ്പം ഹാലളവ് എല്ലാവരെയും പറ്റിയിട്ടല്ല പറയുന്നത്. കൊള്ളക്കാരുള്ള പല വിധത്തിലെ ആൾക്കാരുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഈ അയ്യപ്പ സൈന്യം ഇനി ഒരു പക്ഷേ അയ്യപ്പ സൈന്യം ആണ് വേണ്ടത്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളക്കാരറിയപ്പെടുന്നതും ശബരിമലയും ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഉള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ അതാ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് സാധാരണക്കാരെ ഇപ്പം പറയുന്നത് ക്ഷേത്രങ്ങളിൽ കാണിക്കിടരുത്. നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി തൊഴൂ, അവിടേക്ക് വേണ്ട സാധനങ്ങൾ എന്നെയാണ് എണ്ണം നിങ്ങളെ കൈകൊണ്ട് ഒഴിക്കൂ. മറ്റുള്ള സ്ഥലങ്ങളിൽ പോലെ അഭിഷേകമൊക്കെ സ്വന്തമല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്തായാലും അയ്യപ്പ ഭക്തർക്കുള്ള ഒരു ആഹ്വാനമായി മാറട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.